എനിക്ക് എപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ സമയം? എനിക്ക് ഫുൾ ടൈം ഞാൻ വർക്കിലല്ലേ, ഇല്ല ഫുൾ ടൈം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ഞാൻ എപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് എപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്, അല്ല അതുകൊണ്ടാണ് ഞാൻ ആ ജോലി ചെയ്യാഞ്ഞത്, അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ അങ്ങോട്ട് വരാത്തത്. ഇങ്ങനെയുള്ള റെസ്പോൺസസ് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. ഓക്കെ, പല വ്യക്തികളിൽ നിന്നും ഒക്കെ നമുക്ക് കേൾക്കാറുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. സമയമില്ല, ശരിക്കും നമുക്ക് സമയമുണ്ടോ സമയമില്ലയോ, അതാണ് ഇവിടുത്തെ ചോദ്യം. അത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല വേറൊരാൾക്ക് സമയമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം അയാൾക്ക് അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും എനിക്ക് സമയമില്ല എന്നുള്ള കാര്യം. പക്ഷേ ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് സമയമുള്ളതാണോ അതോ സമയമില്ലാത്തതാണോ, അതോ നമ്മൾ ഒരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കാത്തതാണോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വർക്കിംഗ് സ്പേസ് എടുത്ത് നോക്കുക. അത് ഏതൊരു വർക്കിംഗ് സ്പേസ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും 8 മണിക്കൂറാണ് അവിടുത്തെ ഒരു വർക്കിംഗ് അവേഴ്സ് എന്ന് വിചാരിച്ചോളുക. ഈ 8 മണിക്കൂർ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുവാണോ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. 8 മണിക്കൂറും നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുവാണോ? പോട്ടെ, നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, അല്ലെങ്കിൽ ഏത് പ്രൊഫഷനിൽ പെടുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളുക. ഫുൾ ടൈം നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മൗസ് പിടിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ ഫുൾ ടൈം നിങ്ങൾ വർക്ക് ചെയ്യുവാണോ? ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റും, ഞാൻ വർക്ക് ചെയ്യുകയാണ്, ഞാൻ കമ്പ്യൂട്ടറിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ വർക്ക് ആണോ ചെയ്യുന്നത്, അതോ നമ്മൾ വേറെ എന്തെങ്കിലും ആണോ ചെയ്യുന്നത്? വർക്ക് റിലേറ്റഡ് അല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ, അതോ ആ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇതെല്ലാം നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സമയം ഇല്ലാതാക്കുന്ന ഒരു കാര്യം കൂടാണ്. അപ്പം നമുക്ക് ശരിക്കും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു വർക്കിനല്ല അവിടെ നമ്മൾ സമയം കൊടുക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ ചിലപ്പം പലപ്പോഴും നമ്മൾ വേറെ പല കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിരിക്കുകയും മിക്കവാറും നമ്മൾ ഒന്നുകിൽ പാസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി ആലോചിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായും ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതിനെ പറ്റി ആലോചിക്കുകയായിരിക്കും. ആ പ്രസന്റിൽ നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാതെ ആ സ്ക്രീനിൽ നോക്കി ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രവൃത്തിയിലായിരിക്കും ഏർപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സമയമില്ല എന്ന് പറയുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ആ സമയം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ കോൺഷ്യസ് ആകേണ്ടതായിട്ട് വരും. നമ്മളൊരു വർക്കിംഗ് സ്പേസിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളിപ്പോൾ 3-4 മണിക്കൂർ എടുക്കുന്ന വർക്കുകൾ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിച്ച് കളയുന്ന സമയത്തെ നമ്മൾ ഫോക്കസ് ചെയ്ത് ആ പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്കിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും ബിസിയായി നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രെസ് ആയിട്ടുള്ള ജോബ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ വർക്കിൽ പെടുന്ന ആളുകൾക്കും കിട്ടുന്ന സമയവും നമുക്ക് കിട്ടുന്ന സമയവും സെയിം ആണ്. 24 hours ആണ്. ആ 24 hours നിന്നാണ് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള മേഖലകളിൽ അവരുടെ എക്സലൻസ് കാണിക്കുന്നത്. അപ്പം സമയം എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്ക്യൂസ് മാത്രമാകരുത്. അത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമ്മളുടെ വർക്കിനെയും നമ്മളുടെ രീതികളെയും നമ്മളുടെ റൊട്ടീനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഉപാധിയും കൂടെ ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം സിവിൽ സർവീസിലുള്ള കുട്ടികൾ മാത്രമല്ല, ഞാൻ കോളേജിൽ അധ്യാപകനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴൊക്കെ നമ്മൾ ഈ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു മെയിൻ കാര്യം, ഞങ്ങൾക്ക് ഈ കോളേജിലെ വർക്കെല്ലാം കൂടെ കൊണ്ട് ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, പഠിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല എന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട്, ശരിക്കും അവർക്ക് സമയം കിട്ടാത്തതാണോ പ്രശ്നം? നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കാത്തതല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ നമ്മൾ അതിനെ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ സിവിൽ സർവീസ് പോലുള്ള എക്സാമിനേഷൻ എഴുതാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും താല്പര്യമുള്ള ഒരുപാട് ആളുകൾ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അവർ മെന്ററിങ്ങിന് വേണ്ടിയിട്ട് വരാറുണ്ട്. ഇപ്പോൾ മെന്ററിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണോ, നിങ്ങൾക്കത് പഠിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ല സാർ, എനിക്ക് ഈ പറഞ്ഞതുപോലെ സമയം കിട്ടില്ല, കാരണം അക്കാഡമിക് വർക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് സമയം കിട്ടില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്യൂസസ് മാത്രമാണ്. നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ 24 hours എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സമയമാണ്. അതിനുള്ള ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി ഓൾറെഡി ഒന്ന് പാസ്സായി ഏതെങ്കിലും ഒരു സർവീസിൽ ഇരിക്കുന്ന ആളുകൾ പിന്നീട് പിന്നെയും സിവിൽ സർവീസ് എക്സാം എഴുതി ക്ലിയർ ചെയ്യാറുണ്ട്. അപ്പം
നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് വരുന്ന, ഏറ്റവും കൂടുതൽ എന്താ പറയുക, എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് അവര്. അപ്പൊ അവർക്ക് ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അവർ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് സമയം കണ്ടെത്തി അവർക്ക് ഇതിനുവേണ്ടി പഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കും അത് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, ഇത് എനിക്കൊരിക്കലും പ്രൂവ് ചെയ്ത് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് സമയമുണ്ടെന്ന് എനിക്ക് പ്രൂവ് ചെയ്ത് തരാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റും, അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റും. ഇല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അത് അരമണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടാകും, പക്ഷെ എനിക്ക് 4 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് വേണം അതിന്റെ ഫ്രണ്ടിലിരുന്ന് പഠിച്ചും അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തും ഒക്കെ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റും, ശരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സമയമുണ്ടോ, ശരിക്കും നിങ്ങൾക്ക് ഇത്രയും സമയത്തിന്റെ ആവശ്യമുണ്ടോ ഈ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ, അല്ലെ ഈ ഒരു പാഠം പഠിച്ചു തീർക്കാനായിട്ട് നിങ്ങൾക്ക് ഇത്രയും സമയത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വിളിക്കാത്ത ആളുകൾ, നിങ്ങൾ വിളിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകൾ, അല്ലെ നമ്മൾ ചെയ്തു തീർക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്ന ജോലികൾ, അല്ലെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നുന്ന പാഠങ്ങൾ, ഇതൊക്കെ നമുക്ക് തീർക്കാനായിട്ടും ഒരുപാട് സമയം നമുക്ക് സോഷ്യലൈസേഷനിലേക്ക് ഇടപെടാനും ഒക്കെ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും, നമുക്ക് ഈ ഒരു ടൈമിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ. അപ്പൊ അത് നമ്മളോട് ചോദിച്ചു നോക്കുക. നിങ്ങൾ ഓരോ പ്രാവശ്യം എനിക്ക് സമയമില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ശരിക്കും നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക, ശരിക്കും സമയമില്ലാത്തതുകൊണ്ടാണോ ഈ ഒരു ഉത്തരം വന്നത്, അതോ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ? അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്.